ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോമി ഡയറീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. ഇന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈൽ പർച്ചേസിങ്ങിന് പോകുന്നതാണ്. കുഞ്ഞുങ്ങളും അമ്മയും ഞാനുമായിട്ടാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വീലർ സർവീസിന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഓട്ടോയിലാണ് ഇന്ന് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് യാത്രയേ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയമാണ് കുഞ്ഞുങ്ങളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ അവരും വന്നു ഒന്ന്. പിന്നെ നമ്മൾ ടൈല് നോക്കുകയാണ്. വൈറ്റ് കളറിൽ എന്തെങ്കിലും ബ്ലാക്ക് സ്ട്രൈപ്സ് പോകുന്ന, പ്യുവർ വൈറ്റ് അല്ല, അങ്ങനെ എന്തെങ്കിലും നോക്കാന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുഞ്ഞുമക്കൾക്കാണെങ്കിൽ സെലക്ഷനൊന്നും അറിയത്തില്ല, എന്നാലും അവര് എന്തൊക്കെ നോക്കിയിട്ട് പറയാണ്, ഇത് മതി എൻ്റെ റൂമിൽ, ഇത് മതി ബേബിയുടെ റൂമിൽ എന്നാ. മുകളിൽ 2 റൂമുണ്ട്, ഒന്ന് എനിക്കും എൻ്റെ അനിയത്തിക്കും. അങ്ങനെ അവളിപ്പോ നാട്ടിലില്ല. എന്തായാലും അവൾക്കും കൂടെ കണക്കാക്കിയിട്ട് സെലക്ട് ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ടൈൽസ് ഓരോ റോയിലായിട്ട് അടുക്കി വെച്ചേക്കുന്നില്ലേ, ആ ഓരോ റോയില് ഒരു പാസേജ് പോലെ കാണുമല്ലോ. അപ്പോൾ ഒരാൾ ഒരു റോയിൽ നിൽക്കുക, മറ്റേ ആൾ അടുത്ത റോയിൽ നിന്നിട്ടോ അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിയാണ്. അമ്മയാണ് വീഡിയോ എടുത്തത്, അപ്പൊ ഭഗവാനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് അവരുടേതായ ലോകത്ത് കളിക്കുകയാണ്, നമ്മൾ സെലക്ട് ചെയ്യാണ്. വേറെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സൂക്ഷിച്ച് തന്നെയാ നിൽക്കുന്നത്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരും കുഞ്ഞുമക്കളോട് നല്ല ബിഹേവിങ് ഒക്കെ ആയിരുന്നു, നല്ല സ്നേഹമായിരുന്നു. അവരെ ഒന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞില്ല. അവർ നന്നായിട്ട് ഓടിക്കളിച്ചു അവിടെ കിടന്ന്. അപ്പൊ മുകളിൽ 2 റൂമും 2 ബാത്റൂമും പിന്നെ ഹാള്, ബാൽക്കണി, ഇത്രയുമാണ് ടൈൽ എടുക്കാനായിട്ട് വന്നത്. ഇതിനു മുമ്പ് ഒരു ദിവസം നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷെ അന്ന് 6-6:30 ആയി സന്ധ്യക്ക് ഇറങ്ങിയപ്പോൾ. അപ്പൊ ഷോപ്പൊക്കെ അടച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് വന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്കും മഴ എന്തെങ്കിലും ആയ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതൊക്കെ ബുദ്ധിമുട്ടായോണ്ട് സായ്മോൾ ഓടുന്നു, ബേബി ഓടുന്നു. അവര് ഏതോ വലിയ പാർക്കിൽ വന്ന ഒരു ഫീലായിരുന്നു അവർക്ക്. അവിടെ മിററൊക്കെ ഉണ്ട്, അതിൽ നോക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അമ്മ അങ്ങനെ കൊള്ളാം, ഇത് കൊള്ളാം എന്നൊക്കെ പറയുന്നു. പിന്നെ ഓടുന്നു. അത് തന്നെയായിരുന്നു. സാക്ഷിമോളൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പം സുഖം ഉറക്കമായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ഇരിക്കേണ്ട ചെയറിൽ വലിഞ്ഞു കയറുന്നു, അവരുടെ പെന്നൊക്കെ എടുത്തു. അങ്ങനെ കുറെ നേരം അവരവിടെ നിന്ന് കളിച്ചു കേട്ടോ. അപ്പൊ ഈ റോഡില് ഒരു പ്രാവ് പോയായിരുന്നു. ഞാൻ അവരെ വിളിച്ചിട്ട് കാണിക്കാനായിട്ട് നോക്കിയപ്പോൾ അത് പോയി. ഇനി വരാണെങ്കിൽ കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളും വീണ്ടും കളിയിലായി. റോഡിന് ടാറ്റയും കൊടുത്തിട്ട് വീണ്ടും പോയി ഹൈഡ് ആൻഡ് സീക്ക് കളിയും ഒക്കെ. അപ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ അച്ഛൻ പേയ്മെന്റിന്റെ എന്തോ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് ലോഡിങ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വീട്ടിലത്തേക്ക് എങ്ങനെ എത്തിക്കും എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോവാനായിരുന്നു വിളിച്ചിട്ടും വരാൻ വയ്യ കുഞ്ഞുങ്ങൾക്ക്. എപ്പോഴും വീട്ടിലല്ലേ ഇപ്പൊ വെക്കേഷൻ ആയപ്പോ. അപ്പൊ അവർക്കൊരു ചാൻസ് കിട്ടുമ്പോ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇതാ വന്നു വീണ്ടും പ്രാവ് കേട്ടോ. സാക്ഷിമോക്ക് അത്രയ്ക്ക് അറിയത്തില്ല പ്രാവിനെ. സായ്മോള് കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, പീജിയണാണ്, ഇത് പ്രാവാണെന്നൊക്കെ. ബേബിക്ക് അറിയത്തില്ല. സായ്മോള് പിന്നെ എന്തോ ടെക്സ്റ്റിലൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അത് പറയുകയാണ്.